ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോയിലുള്ള റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടാൽ മതി. കാരണം എന്ന് വെച്ചാൽ ഞാനിത് ചെയ്ത് നോക്കിയിട്ട് അത്രയും നല്ല അടിപൊളി റിസൾട്ട് ആയതുകൊണ്ടാണ് ഇത്രയും ഉറപ്പിൽ നിങ്ങളോട് പറയുന്നത്. അതായത് നമുക്ക് പെട്ടെന്നൊരു പാർട്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിലല്ലോ നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു അടിപൊളി ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്ത അതേ നിറവും തിളക്കവും കിട്ടാൻ സഹായിക്കുന്ന നല്ലൊരു ഫേഷ്യലാണിത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം. ഞാനിത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ എൻ്റെ കൈ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ളതാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഈ രണ്ട് കൈയും വെക്കുമ്പോൾ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ വന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ സമയമില്ലാത്തവർക്ക് ഏറ്റവും അടിപൊളി ഫേഷ്യലാണിത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ സാധനം ഈ ഒരു തക്കാളിയാണ്. തക്കാളി ഇല്ലാത്ത വീടുകൾ എവിടെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള ഒരു തക്കാളി എടുക്കുക. ഇതിനെ 2 പീസായിട്ട് മുറിക്കുക. അതിനുശേഷം ഇതിൻ്റെ ഒരു അര പീസ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കുക. അത് എന്നിട്ട് ഈ അടിച്ചെടുത്ത ഈ ഒരു മിക്സ് നമ്മളൊന്ന് മാറ്റി വെക്കുക. ഇനി അടുത്ത ആ ഒരു പകുതിനെ നമ്മൾ വീണ്ടും 2ആയി മുറിച്ചിട്ട് അതിൽ നിന്ന് ഒരു പകുതി എടുത്തിട്ട് നമ്മുടെ മുഖം നല്ല രീതിയിലൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. മുഖം നല്ല രീതിയിൽ തന്നെ ഒരു 2 മിനിറ്റ് ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടും കേട്ടോ. നിങ്ങൾ സമയമില്ലാത്ത സമയത്തൊന്നും ഇത് ചെയ്യാൻ നിൽക്കരുത്. നല്ല സമയം എടുത്തിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അരമണിക്കൂർ മതി. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്കെല്ലാം കൂടിയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ ക്ലെൻസിങ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മുഖത്ത്. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ടിഷ്യൂവോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയോ ഉപയോഗിച്ചിട്ട് തുടച്ച് കളയുക. മുഖം നല്ല രീതിയിലൊന്ന് തുടച്ച് കളയുക. അപ്പം തന്നെ നമ്മുടെ മുഖത്തുള്ള എല്ലാ അഴുക്കും പോയി കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു തക്കാളി എടുക്കുക. അതിന് പകുതി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ക്ലെൻസ് ചെയ്യുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബിംഗ് ആണ്. ഈ സ്ക്രബിങ്ങിന് 1 ടീസ്പൂണ് പഞ്ചസാരയിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ബാക്കി പകുതി ഉണ്ടല്ലോ അതും കൂടി എടുത്തതിന് ശേഷം മുഖം നല്ല രീതിയിൽ ഇതും 2 മിനിറ്റ് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് ക്ലെൻസ് ചെയ്ത് തുടച്ചു. ഇനിയിപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 മിനിറ്റ് സ്ക്രബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സിലുള്ള ഭാഗം, അതായത് മൂക്കിൻ്റെ സൈഡ്, അതേപോലെ നമ്മുടെ താടിയുടെ ഭാഗം, ചുണ്ടിൻ്റെ താഴ, ഈ സൈഡിലെല്ലാം നല്ല രീതിയിൽ തന്നെ മസാജ് കൊടുത്താൽ നിങ്ങളെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു സ്ക്രബിങ്ങിൻ്റെ സ്റ്റെപ്പ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ കുറച്ച് നല്ല ചൂടുള്ള വെള്ളത്തിലൊന്ന് തുണി മുക്കിയിട്ട് ആ ഒരു ചൂടിൽ, അതായത് പൊള്ളിപ്പോകുന്ന ചൂടല്ല കേട്ടോ, ആ ഒരു ചൂടിൽ മുഖം ഒന്ന് സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഗുണമായിരിക്കും. അതിനുശേഷം 2 മിനിറ്റിന് ശേഷം ഇതുപോലെ അതും ഒന്ന് തുടച്ച് കളയുക. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സ്റ്റീം ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്തതിന് ശേഷം ഈ ഒരു സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് 2 സ്റ്റെപ്പ് കഴിയുമ്പം തന്നെ അത്യാവശ്യം നല്ലൊരു ഗ്ലോ മുഖത്തേക്ക് വരും. ഇനി നമ്മുടെ അടുത്ത ഒരു മസാജിങ് ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച 1 ടീസ്പൂണ് പിന്നെ തക്കാളി ജ്യൂസ്, 1 ടീസ്പൂണ് തൈര്, 1 ടീസ്പൂണ് തേന്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നിങ്ങളുടെ അടുത്ത് തേനില്ലെങ്കിൽ തേന് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മസാജിങ് ക്രീമും കൂടി നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതും 2 മിനിറ്റാണ്. മൊത്തം ഇപ്പോൾ നമ്മളൊരു 6 മിനിറ്റോളം ഈ 3 സ്റ്റെപ്പ് ചെയ്ത് കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് വെച്ചിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്യണം. നമ്മളെ ഫേസിന് നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നോ അത് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും നമ്മളെ എന്താ പറയുക തൂങ്ങിപ്പോയ ചർമ്മം ഒന്ന് ടൈറ്റ് ചെയ്യാനെല്ലാം സഹായിക്കും. ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്ന നല്ലൊരു കാര്യമാണ് ഈ മസാജിങ്. അപ്പോൾ ഇത് 2 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ആ ക്രീം മസാജ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഇത് തുടച്ച് കളയാണ്. അങ്ങനെ നമ്മുടെ 3 സ്റ്റെപ്പ് കഴിഞ്ഞ് കേട്ടോ. ഈ 3 സ്റ്റെപ്പ് കഴിയുമ്പം തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വിശ്വസിക്കാൻ വേണ്ടി പറ്റും ഇത് എത്രത്തോളം റിസൾട്ടുള്ള ഒരു ഫേഷ്യലാണ് എന്നുള്ളത്. അപ്പോൾ ഇനി ഇതൊന്നും കഴുകിക്കളയരുത്, എല്ലാം ഇതേപോലെ തുടച്ചെടുക്കുക. നല്ലൊരു ഗ്ലോ കിട്ടുന്നതായിരിക്കും. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ തയ്യാറാക്കിയ ആ മസാജിങ് ക്രീം ഉണ്ടല്ലോ അതിലേക്ക് തന്നെ നമുക്ക് മുൾത്താണി മിട്ടി നിങ്ങളടുത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് യൂസ് ചെയ്യാം. കടലമാവിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. പിന്നെ മുൾത്താണി മിട്ടിയിലാണ്
ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണോളം കസ്തൂരി മഞ്ഞൾ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ആയാലും മതി. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ഫേസ് പാക്ക്. ഫേസ് പാക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇത്രയുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനി മുൾത്താണി മിട്ടി നിങ്ങൾക്ക് എല്ലാ ഓൺലൈനിലും അവൈലബിൾ ആണ്, അതേപോലെ തന്നെ എല്ലാ ആയുർവേദ ഷോപ്പിലും അവൈലബിൾ ആണ്. നിങ്ങളെ വീട്ടിലില്ലെങ്കിൽ ഒന്ന് വാങ്ങി വെക്കുക എന്നാണെങ്കിൽ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ മുൾത്താണി മിട്ടി എന്ന് പറയുന്നത്. നമുക്ക് ഓൺലൈനിൻ്റെ പ്രോഡക്റ്റ് ഞാനിവിടെ ടാഗ് ചെയ്യാൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൈസിന്, ഒരുപാട് ഇഷ്ടം പോലെ നിങ്ങൾക്ക് എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് അത് കിട്ടും. അപ്പോൾ അത് പ്രോഡക്റ്റ് ടിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഞാനിവിടെ ടാഗ് ചെയ്യുന്നുണ്ട് പ്രോഡക്റ്റ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മളിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അല്ലാന്നാണെങ്കിൽ പിന്നെ ഒരു 25 മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുക. ഒരു ഇളം ചൂടുള്ള വെള്ളമോ തണുത്ത വെള്ളമോ എടുക്കുന്നതായിരിക്കും നല്ലത്. അത് കഴുകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഞാൻ റിസൾട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിൽ വെച്ചിട്ട് ആ ഒരു റിസൾട്ട് കാണിച്ചു തരാം. പിന്നെ ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താ ഫേസിൽ അപ്ലൈ ചെയ്യാണ്ട് കയ്യിൽ അപ്ലൈ ചെയ്യുന്നത്? പിന്നെ മറ്റു ചിലർ ചോദിക്കുന്നത്, ഒരു കയ്യിൽ വേറെന്തോ തേച്ച് മറ്റേ കയ്യിൽ തേച്ചില്ല എന്നല്ലോ. ഇങ്ങനെയുള്ള സംശയമുള്ളവരൊന്നും ഇതൊന്ന് ട്രൈ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്താൽ മതി. പിന്നെ ഇനി എന്തെങ്കിലും ഞാൻ ഈ സാധനത്തിൽ ഇട്ടതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം മുഖത്തിട്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എത്രത്തോളം നല്ലൊരു ഗ്ലോ നമ്മുടെ കൈക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ കൈ അപ്ലൈ ചെയ്തതിൻ്റെ ജസ്റ്റ് ബാക്കിലോട്ടേക്ക് നോക്ക്. അപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ, ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി ഈ 2 കൈയും വെച്ചാലുള്ള ഡിഫറൻസ് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ അത്ര ഇതായിട്ട് പറയാണ്, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും ഇത് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാനാണെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.